Welcome back to Sivaparvati Creations. I am Ajit. Today I met a very nice person named Rajesh. He acted in so many films and short films and serials. His name is Rajesh. I will hand over the mic to him. Okay, so that you can hear more things from him directly. So I don't want to bother you. Thank you. May God bless you. മനുഷ്യന് ദൈവത്തിന് മനുഷ്യനോട് ഇഷ്ടപ്പെടണമെങ്കിൽ അവൻ്റെ അഴുക്കിനെ 10-20 കാര്യം പരമാത്മാവിൻ്റെ മുന്നിലേക്ക് അതിനെ ക്യാൻസൽ ചെയ്യുക. മദ്യപാനം, ഞാൻ മരിക്കുന്ന കാലം വരെ മദ്യപാനം ചെയ്യത്തില്ല, അങ്ങനെ 10-25 കാര്യങ്ങൾ അഴുക്കിനെ ഉപേക്ഷിച്ച് നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ നമ്മളോട് ഈശ്വരന് ഇഷ്ടമാണ്. നമ്മളോട് ഈശ്വരന് കൂടുതൽ ഇഷ്ടം വരണമെങ്കിൽ ഞാൻ ലോകത്തിലെ താണമെന്നുള്ള മനസ്ഥിതി എന്നിലേക്ക് വരിക. ഞാൻ ലോകത്തിലെ താണവനാകുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരും എന്നേക്കാളും വലിയവരാണ്. റോഡ് സൈഡിലൊരു കാലില്ലാത്ത ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് ധർമ്മം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാദത്തെ തൊട്ട് തൊഴുന്നവനാണ്. അദ്ദേഹത്തിൻ്റെ പാദത്തെ തൊട്ട് തൊഴുത് അവരെ നമസ്കാരം പറഞ്ഞ് എന്തെങ്കിലും പൈസ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനോടാണ് ഈശ്വരന് ഏറ്റവും വലിയൊരു ഇഷ്ടങ്ങൾ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലെ തൊട്ട് തൊഴുത് പൈസയും കൊടുത്ത് മാറി അവർ നമ്മളെ ആനന്ദിക്കും. എന്നിട്ട് ലോകത്തിലെ താണമെന്നുള്ള മനസ്ഥിതിയും ക്ഷമിക്കുന്ന ഹൃദയം നമുക്ക് വേണം. ക്ഷമിക്കുന്ന ഹൃദയത്തിൽ വസിക്കുന്നു ഈശ്വരാംശം. ആ ഈശ്വരാംശമാണ് ആത്മധനം. ആത്മധനം ഉണ്ടെങ്കിൽ നമുക്ക് പരമാത്മാവിലേക്ക് പോകാനൊക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ ആത്മധനം കിട്ടും. ഈ ലോകധനം ഉണ്ടെങ്കിൽ നമ്മൾ ഷർട്ട് വാങ്ങിക്കാനോ ഒരു പാൻറ്റ് വാങ്ങിക്കാനോ ഒരു ചെരുപ്പ് വാങ്ങിക്കാനോ എന്തെങ്കിലും ഒക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മധനം നമ്മുടെ ഉള്ളിൽ വരും. ആ ആത്മധനത്തിനെ നമ്മൾ പരമാത്മാവ് രൂപമാക്കി പരമാത്മാവിലേക്ക് വിടാനായിട്ട് ഈ ആത്മധനത്തിനെ കൂട്ടി നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ യമൻ എന്ന് പറഞ്ഞ യമൻ്റെ ഡ്യൂട്ടിക്കാർ 7-ൻ്റെ അന്ന് ഈ ആത്മാവിനെയും കൊണ്ട് പോകും. ചെന്ന് കഴിയുമ്പോൾ ആത്മാവിനെ കാണുമ്പോൾ ആത്മധനം ഉണ്ടല്ലോ ഇവന്, എൻ്റെ അച്ഛൻ കൊണ്ടോട്ട് ഈ ആത്മാവിനെ കൊണ്ടുവെക്കും. യമൻ്റെ അച്ഛൻ്റെ പേര് സൂര്യഭഗവാൻ. പുള്ളിയുടെ ഇറമ്പിൽ ഭൂമിയിലെ ഒരു തീ ഇടുന്ന തീയുടെ 110 തീയുള്ള സ്ഥലമാണ് സൂര്യഭഗവാൻ. അങ്ങോട്ട് ഇതങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ ശരീരത്തിനകത്ത് കയറി ഇറങ്ങി ആത്മധനവും മൊത്തം ക്ലാവ് പിടിച്ചു. നമ്മുടെ ശരീരത്തിൽ നിന്നിരുന്ന അഴുക്കെല്ലാം കയറി പിടിച്ചു. മനസ്സ് സാത്താനാണ്. ഇതെല്ലാം കൂടെ കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അതിനെ ശുദ്ധീകരിക്കുന്ന സ്ഥലമാണ് സൂര്യഭഗവാൻ. അവിടെ ചെന്ന് ആ തീക്കകത്ത് കയറി കഴിയുമ്പോൾ ആ തീ കൂടെ നമ്മളെ എല്ലാം ശുദ്ധീകരിച്ച് പരമാത്മാ രൂപമാക്കി പരമാത്മാവിലേക്ക് ലയിപ്പിക്കുന്നു. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആത്മാവിലോട്ട് തിരിച്ച് പരമാത്മാവിൽ പോകേണ്ടതാണ്. നമ്മളൊക്കെ ക്രേതായുഗത്തിൽ ജനിച്ചവരാണ്. നമുക്ക് പോകാനൊക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ വിളിക്കുന്നു. ഈ ലോകധനം മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ, മറ്റൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ആത്മധനം ഉണ്ടാക്കണമെങ്കിൽ നിഷ്കാമ കർമ്മം ചെയ്യണം. നിഷ്കാമ കർമ്മം ചെയ്ത് ആത്മധനത്തെ നേടിക്കൊണ്ട് പരമാത്മാവിലോട്ട് ചെന്നെങ്കിലേ നമുക്ക് പോകാനൊക്കത്തുള്ളൂ. എല്ലാ മനുഷ്യരും അവനവൻ്റെ കുടുംബത്തുള്ളവരെ നന്നാക്കണമെന്നും വീട് വലുതാക്കണമെന്നും പൈസ ഉണ്ടാക്കണമെന്നും മാത്രമേ ഉള്ളൂ. ആത്മധനം നേടാൻ ആരുമില്ല. നിഷ്കാമ കർമ്മം ചെയ്യുമ്പോഴാണ് ആത്മധനം കിട്ടുന്നത്. ആത്മധനം കിട്ടി പരമാത്മാവിലേക്ക് പോകുന്നു. ഭൂമിയിൽ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യൻ ജനിക്കുന്നുണ്ട്. ആ മനുഷ്യരാണ് മന്ദബുദ്ധികളെന്ന് പറഞ്ഞാൽ നമ്മൾ കാണത്തില്ല. അവരൊരു മനുഷ്യനെ ദ്രോഹിക്കത്തുമില്ല. അവരുടെ കരുത്തെ കിടക്കുന്ന മാല പോലും ഊരിയെടുത്താൽ പോലും അവർ ചിരിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. അവർ ഭൂമിയിൽ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യരാണ്. അവർ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സ്വർഗത്തിലോട്ട് പോകാനുള്ളതാണ്. പിന്നെ ഓക്കെ പിന്നെ സിനിമയിൽ ഞാൻ ചെറിയ വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീധനം സീരിയലിനകത്ത് ഞാൻ അവിടെ എസ് ഐ ആയിട്ടിരുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ എസ് ഐ ആയിരുന്നു. ഞാൻ പോലീസ് ഡ്രൈവറായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ബട്ടർഫ്ലൈ, ഐസക് ന്യൂട്ടൺ, സെല്ലിലോയിഡ്, ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ വേഷം ചെയ്ത് നമുക്ക് മേലോട്ട് കയറിപ്പോകാനുള്ളൊരു കഴിവും തൻ്റെ ഇടവും യോഗവും ഇല്ല. പിന്നെ അവന് ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ഒരു കഥ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 10-22 പേര് അവൻ്റെ കൂടെ കൂടുന്നവരൊക്കെ ജയിലിൽ കയറുക. അതിൻ്റെ പേരിട്ടേക്കുന്നത് ഉഡായിപ്പിൻ്റെ ഉസ്താദ്. ദിലീപ് അതിന് പറ്റിയൊരു നടനാണ്. അതുകൊണ്ട് നടനെ ദിലീപിനെ അത്ര ആ രംഗമൊക്കെ അഭിനയിക്കാനൊക്കെ ഒക്കത്തുള്ളൂ. അത്രയും സ്റ്റൈലുള്ള ഒരു പടമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കിനി കാണാം. സിനിമ ഇറങ്ങാൻ ചാൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ചാൻസ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പരമാത്മാവിനോട്.
ലോകത്തിലെത്താണമെന്നുള്ള മനസ്സ് നമ്മളിലേക്ക് വരാൻ നോക്കൂ. ക്ഷമിക്കുന്ന ഹൃദയം വേണം. ജാതി എല്ലാ മനുഷ്യരും ഈശ്വരൻ്റെയാണ്. അവിടെ ജാതിയും മതമൊന്നുമില്ല. നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയണം. ചൈന പാകിസ്ഥാൻ നമുക്ക് ബോംബ് ചെയ്യാൻ നിൽക്കുമെങ്കിലും അവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനമേ നമ്മളിൽ വരാവൂ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടുമ്പം എൻ്റെ ശത്രുവായിട്ട് ആരുമില്ല, എന്നെ അടിച്ചവർ പോലും ശത്രുവല്ല. അവർക്ക് ഒരു 10 കോടി രൂപയുടെ ലോട്ടറി അടിച്ചു, അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കടിച്ച ആനന്ദമായിരിക്കണം എൻ്റെ ഉള്ളിൽ വരേണ്ടത്. അങ്ങനെയുള്ളവരോടാണ് ഈശ്വരന് ഇഷ്ടം. എനിക്ക് ശത്രുവേ ലോകത്തേ ഇല്ല. നമ്മൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഈശ്വരൻ്റെ ആണെന്ന് വിചാരിക്കുക. അവിടെ ജാതിയും മതം ഒന്നുമില്ല. എല്ലാം ഈശ്വരൻ്റെ മക്കളാണ്. അവരെല്ലാം അവിടെ താണയാതിയെന്നോ ഒന്നും നമുക്ക് ചിന്തിക്കരുത്. എല്ലാം ഈശ്വരൻ്റെ മക്കളാണ്. അവരോടാണ് ഈശ്വരന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. Okay, thank you, sir. May God bless you. Blessings from Shiva Parvati Creations. Thank you. I'm signing out.